بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. സുമ്മയോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. സുമ്മ ഇഖ്തലഫ പിന്നീട് ഇഖ്തിലാഫായി ഈ അന്ന എവിടെ നിങ്ങൾ സുമ്മ ഇഖ്തലഫ ഫി അന്ന മുജറദ തസ്ദീഖ് ബിൽ ഖൽബ് കൊണ്ടുള്ള തസ്ദീഖ് മാത്രം മതിയോ? ഈമാൻ ഫി ശറഇ മൗദൂഉൻ ലിതസ്ദീഖ് ബിമാ ദുക്ര വഹദഹു എന്ന് പറഞ്ഞല്ല. പിന്നെ ഒരു ഇഖ്തിലാഫായി ഈ തസ്ദീഖ് ഹൽ ഹുവ കാഫിൻ ഫി കൗനി ശഖ്സി മുഅ്മിനൻ ഇൻദല്ലാഹ് മുസ്തഹിഖൻ ലിദുഖൂലിൽ ജന്നah വനാജിയൻ മിനൽ ഖുലൂദി ഫിന്നാർ മിൻ ഗൈരി അൻ യുഅബ്ബിറ ബിലിസാനിഹി ويتلفظ بالكلمتي الشهادة مع التمكنه منه. കലിമത്ത് ഷഹാദ ഉച്ചരിക്കാൻ സൗകര്യപ്പെടലോടുകൂടെ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ തസ്ദീഖ് ബിൽ ഖൽബ് മാത്രം മതിയോ? ലാ യംനഉ മിൻഹു മാനിഉ അതാ തമക്കീനാവുക. ഖറസോ അതൊന്നും ഇല്ലതാനും നാവ് പൊട്ടോ അതുപോലത്തെ ഒന്നും ഇല്ല. മനസ്സിലായില്ല? കാരണം തസ്ദീഖ് എന്നതാണല്ലോ മഖ്സൂദ്. ലിസാൻ എന്നുള്ളത് ആ തസ്ദീഖിനാലുള്ള അവന്റെ ഖൽബിലുള്ള ഒന്നിന് ഒരു പരിഭാഷ എന്നോണമാണ് ലിസാൻ വന്നത് എന്നടിസ്ഥാനത്തിലാണ് പറയുന്നത്. മനസ്സിലായില്ല? ഖൽബിലുള്ള തസ്ദീഖും ഈമാനും അതിനെ വെളിവാക്കി തരുന്നതാണ്. കണ്ടോ? അങ്ങനെ ഇഖ്തിലാഫാണ് പറയുന്നത്. പറയട്ടെ. സുമ്മ ഇഖ്തലഫു പിന്നെ ഒരു ഇഖ്തിലാഫായി ഫി അന്ന മുജറദ തസ്ദീഖ് മാത്രം മതിയാകുമോ? ഖൽബ് കൊണ്ടുള്ള തസ്ദീഖ് മാത്രം ഹൽ ഹുവ ആ തസ്ദീഖ് മാത്രം കാഫിൻ മതിയാകുമോ? ആണല്ലോ മഖ്സൂദ്. അതെല്ലാം ലാബുദ്ദ മിൻ ഇഖ്തിറാനിൽ ഇഖ്റാരി ബിഹി ലിൽ മുതമക്കിനി മിൻഹു. ആ ഇഖ്റാറിന് സൗകര്യപ്പെടുന്നവനിൽ നിന്നും ഇഖ്റാറ് ഇതിനോട് യോജിക്കണമോ? വല്ലാബുദ്ദ മിനൽ ഇഖ്റാരിന മിനൽ ഇഖ്റാരി ബിഹിന അതിനോട് ഇഖ്റാറ് കൂടണമോ? മനസ്സിലായില്ല? ആരിൽ നിന്നും സൗകര്യപ്പെടുന്നവനിൽ നിന്നും കൂടണമോ എന്ന് ഇഖ്തിലാഫായപ്പം വലഅല്ലൽ ഹഖ്ഖ ഹഖ് ഹുവസാനി ആകാം. ലഅല്ല ഒരു ഉറപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാണ് അബൂ താലിബൊക്കെ ഇഖ്റാർ ചെയ്തില്ലെങ്കിലും. അപ്പൊ അത് മദീനാണ് നമ്മളെ. മനസ്സിലായില്ല എന്ന് പറയട്ടെ. ലഅല്ല ലഅന്നഹു തആല കാരണം അങ്ങനെ ആകാൻ കാരണം മുഖാരിന് വേണമെന്ന് പറയാൻ കാര്യം കേട്ടാ. ലഅന്നഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ദമ്മ അവൻ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് അംഗീകരിക്കാത്തവനെ, എതിർത്തവനെ. അക്സറ മിൻ ജമ്മിൽ ജാഹിലിൽ മുഖസ്സിർ പ്രതിബന്ധമുള്ള ജാഹിലിനെ
ദമ്മിന്നതിനേക്കാള് വേണ്ട മതിയാകുമോ? മതിയാകൂല. ലൈലൽ ഹഖ ഹുവസ്സാൻ എന്ന് വലിൽ മാനിഅ യജഅല ദമ്മ. അതൊന്നും വേണമെന്നില്ല നമ്മൾ പറയും. ഏത് മതിന്ന്? തസ്ദീഖും ബിൽ ഖൽബ് മതി, ഇഖ്റാർ വേണ്ട നമ്മൾ പറയും. അത് മാനിന് വേണമെങ്കിൽ പറയാം. ആ ദമ്മക്കെയോ? ആ ദമ്മ എന്തിനു വേണ്ടിട്ടാ? ഇൻകാറിന് വേണ്ടി ദമ്മ ചെയ്തതാ, പിന്നെന്തിനല്ല. മുത്തമക്കിനി മിൻഹു, മുത്തമക്കിനി മിൻഹുവിൽ നിന്നുള്ള ഇഖ്റാറില്ലായ്മയ്ക്ക് ദമ്മല്ല. പിന്നെയോ ഇൻകാറിന് ദമ്മ ചെയ്തതാണ്. അതുങ്ങനെ ഞാൻ പറയാം. തിരിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞു. ഇനി യുമിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞല്ലോ. ലാലായിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി തസ്ദീഖ് മാത്രമേ ഉള്ളൂന്ന്. അതുകൊണ്ട് അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ മുഅ്മിനായിക്കോട്ടെ, നമുക്ക് എന്താണോ എന്താ അവന്റെ മുസ്ലിമിന്റെ അതീതോ അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിലും ചോദിക്കണം. നമ്മള് കലാമിലേക്ക് ഒരുപാട് തഖ്ദീറൊക്കെ പഠിച്ചോരല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താ എനിക്ക് ഒന്നൊന്നുമില്ല. എന്താ ദുനിയാവിൽ നമ്മളെ അഹ്കാമുകൾ നടത്തണമെങ്കിൽ എന്ത് വേണം? ലിസാന് കൊണ്ടുള്ള ഇഖ്റാർ വേണം എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? പിന്നെ കഴിഞ്ഞു. യുമിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞല്ലോ. ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ. ഗൈബ് എന്നല്ലല്ലോ, ആബ കൊണ്ട് വിശ്വസിക്കുന്നല്ലേ. ഗൈബ് മസ്തറല്ലേ? മറയൽ കൊണ്ടല്ലോ, മറഞ്ഞത് കൊണ്ടല്ലോ വിശ്വസിക്കുന്നത്, മറയൽ കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അത് മസ്തറുൻ വസിഫ ബിഹി ലിൽ മുബാലഗത്തി സൈദുൻ ആദിലും പറയേണ്ടടുത്ത് യുമിനൂന ബി ഗായിബിൻ എന്ന് പറയേണ്ടടുത്ത് ഏതുപോലെ കശഹാദത്ത് പോലെ തന്നെ ഫീ ഖൗലി തആല ആലിമുൽ ഗൈബി വശഹാദത്തി എന്ന് പറഞ്ഞല്ലോ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇഷാഹദു എന്നാണല്ലോ. ഗാബ അൻഹു ഗൈബൻ വ ഗൈബത്തൻ വ ഗിയാബൻ വ ഗൈബുവത്തൻ വ മഗീബൻ എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടോ? ഷാഹിദിന്റെ സ്ഥാനത്ത് ഷഹാദത്തിനെ നിർത്തിയതുപോലെ യുഅ്മിനൂന ബിമാ ഹുവ ഗൈബുൻ എന്നാണ്. ഐ ഗൈബുൻ ഖഫിയ്യുൻ ലാ യുദ്രിക്കുൽ ഹിസ്സു വലാ യഖ്തദി ബദാഹത്തുൽ അഖിലി എന്ന്. കേട്ടാ? ഇത് എടുക്കത്തില്ല രാത്രി വിളിച്ചു. മനസ്സിലായി? പിന്നെ വൽ അറബു, അറബികൾ തുസമ്മി അവർ പേര് വെക്കും അൽ മുത്മഇന്ന മിനൽ അർളി ഭൂമിയിൽ നിന്നും താണ പ്രദേശങ്ങൾക്ക്, അച്ചടക്കമുള്ള ഭൂമി എന്നൊക്കെ പറയാം. മുത്തുമ അന്നു വായിക്കണമെന്ന് വായിക്കണം. ബി ഫത്തഹിൽ ഹംസത്തി അലാനു ഇസ്മു മക്കാനിൻ ബിമാന മൗളിഇ തുമഇനീനത്തിന്ന് വസുകൂനി തുസമ്മൽ മുത്തുമ അന്നെന്ന് വായിക്കരുത്. മുത്തുമ അന്ന്, ഇത്തുമ അന്ന മുത്തുമ ഇന്നുനല്ലേ. മുത്തുമ അന്നെന്ന് വായിക്കണമെന്ന്. ഇസ്മു മഫൂലല്ല, ഇസ്മഫൂല് വരത്തില്ല, ലാസിമ ഫീലല്ലേ. ബി കസറിൽ ഹംസത്തി ഖദിയുറുവ, അത്രയേ ഉള്ളൂ.
എങ്ങനെ എന്താണ് തുസമ്മ ഒരു പേര് വെക്കും എന്തിന് അൽ മുത്തുമഅന്ന മുത്തുമഅന്നായ സ്ഥലത്തിന് അച്ചടക്കമായ സ്ഥലം എന്നതിന്റെ അർത്ഥം അതിനൊരു പേര് വെക്കും എന്ത് പേര് വെക്കും കോയിമെന്ന് പേര് വെക്കും എന്താ അല്ലെ മുത്തുമാന് ഫീന്ന് വെച്ചാൽ മതിയല്ലോ അൽ മുത്തുമാന് ഫീന്നൊരു ഫീ സങ്കല്പിച്ചാലേ മമ്രൂറും ഫീ പറയത്തില്ലേ നമ്മൾ എന്തിനാ ഇങ്ങനെയാണ് വില ഉണ്ടാക്കുന്നത് ചുമ്മാ ഒരു വർത്താനം എന്നല്ല ഇവിടെ ഇപ്പം ബി ഫത്തഹിൽ ഹംസത്തി മുത്തുമഇന്നാണെങ്കിൽ യാ എഴുതണമായിരുന്നു അവിടെ കസറാമ്പടെ യായിട്ട് ആരാ എഴുതിയത് നിങ്ങൾ കസർ വായിച്ചിട്ടുന്ന കാര്യം മീമിനേശം ഹംസ എന്നുള്ളത് യാ ആണോ ആ ഹംസ എഴുതിക്കുന്ന അലിപ്പിട്ടാണോ യായിട്ട് എഴുതിയോ യാണോ എവിടെയാ അയാളെവിടെ നോക്കുന്നത് യാണോ അതിനകത്തല്ല യാണോ മുത്തുമേനെ നോക്കിയ കസറായിട്ട് വെച്ചു വേണ്ടാ ഇനിയും കസറായിട്ട് വെച്ചോളാം മകൾ വന്നു അപ്പം പിന്നെ നിസ്ബയുടെ താമിർ ലാബിന് പോലെ ഏത് ശാന്തമായ സ്ഥലം ശാന്തതയിലേക്ക് ചേർക്കപ്പെട്ടത് നോക്കണം താമിർ എന്ന് പറയത്തില്ല നമ്മള് കച്ചവടക്കാരനെ പറ്റിയിട്ട് തമ്ര് കൊള്ള ചേർക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് പോലെ എന്ന് ഒരു നിസ്ബയുടെ മേന കൊടുക്കേണ്ടി വരും അങ്ങനാണെങ്കിൽ നിങ്ങൾ പറയാൻ നടക്കാണെങ്കിൽ കുണ്ട് താണസ്ഥലം ഏടാ ഇനി എന്താ വല്ലറവത്ത് ഉസമ്മിൽ മുത്തുമാന വൈബൻ നോക്കും പിന്നെന്താണ് വൽ ഹംസത്ത് അതിന് വല്ലത്തി എങ്ങനത്തെ ഹംസത്താണ് അതടുക്കും അൽ കില്യത്ത പതിരിനോടടുക്കുന്നത് ഉള്ള ആ ഭാഗത്തിന് ആ ഹംസത്തിന് അവര് പറയും അതിനും എന്തു പറയും വൈബെന്ന് പറയുമെന്ന് മനസ്സിലായില്ല വൈബൻ എന്ന് പേര് പറയും പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുമെന്ന് വല്ല അറബു എന്നുള്ള എന്തിനു പറഞ്ഞെന്ന് വെച്ചാൽ എന്ത് പറയും മറഞ്ഞത് എന്നല്ലേ വല്ല അറബ് തുസമ്മി ഒരു പേര് വെക്കാറുണ്ട് വൈബൻ എന്ന് പേര് വെക്കാറുണ്ട് എന്തിനാണ് ഇപ്പൊ വൽ ഹംസത്തിനും പേര് വെക്കാറുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു പിന്നെ മസ്തറാണ് മുബാലകത്തിന് വേണ്ടി വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഈ ഭൂമിക്ക് അർദുൻ വൈബൻ എന്ന് പറയാറുണ്ട് ഉത്തുമാനായ അപ്പം ആ വൈബിന്റെ അർത്ഥം എന്തുവാ താന്നതായ ശാന്തി കൊള്ള ചേർക്കപ്പെട്ട ഭൂമി എന്നാണ് ശാന്തമായ ഭൂമി എന്നാണ് എന്നുള്ള മാനയ്ക്ക് ഇനി ഔ ഫൈ അലാണ് മസ്തറാവാതെ ഫൈ അൽ സിബത്തും മുസബ്ബയാക്കുന്നതിന്റെ മാന അപ്പൊ യബ് നൈ യബ് ഫൈ അല് യബ് പിന്നെ തഖ്വീബാക്കിയതാണ് മനസ്സിലായില്ല അവന് വയ്യിബെന്ന് പറയണം അപ്പോഴേ വയ്യിബെന്ന് പറയണം വയ്യിബിനും പിന്നെ എന്ത് ചെയ്തു ഖുഫിഫാക്കിയതാണ് വേണ്ടാ ഖുഫിഫ തഖ്ഫീഫാക്കപ്പെട്ടതാണ് ഏതുപോലെ
കമാഫി കയ്യിൽ, കയ്യിൽ എന്നതിനെ കയ്യിൽ എന്ന് പറയുന്നത് പോലെ എടാ കയ്യിലെന്ന് പറയും. ഒരു രാജാവിനെ പറ്റി പറയുന്നതാണ് കയ്യിലെന്ന്. ഏട്ടാ വൽമർഅത്തു കൈലത്തുൻ പറയും. പെണ്ണിനെ പറ്റിയും പറയാണ്ട് അങ്ങനെ. പിന്നെ വൽമുറാദു ബിഹി, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശം അൽ ഖഫിയുല്ലദീ ലാ യുദ്രിക്കുൽ ഹിസ്സു, പഞ്ചേന്ദ്രിയങ്ങൾ ആ ഒന്നിനെ ഇദ്റാക്ക് ചെയ്യുകയില്ല, അങ്ങനത്തെ ഖഫിയാണ് എന്ന്. വലാ യഖ്തദീഹി ബദാഹത്തുൽ അഖ്ലി, അത് തേടുകയും ഇല്ല. അതിനാണ് വൈബ്. അങ്ങനത്തെ വൈബ് കൊണ്ട് വിശ്വസിച്ചു. വഹുമ, ആ വൈബ് ഖിസ്മാനിയാണ്. ഖിസ്മുൻ ലാ ദലീല അലൈഹി, ഒരു ഖിസ്മു അതിന്റെ മേൽ ഒരു ദലീലും ഇല്ല. ഖിസ്മുൻ ഒരു ഖിസ്മു കണ്ടാ. അതാണ് തന്നെ വേറെ വഹുവൽ മഅനിയു, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ബി ഖൗലി തആല ഫൈന്ദു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ എന്നുള്ളത്. എന്താ അതിന് പ്രത്യേക ഒരു ദലീലൊന്നുമില്ല. അത് അല്ലാഹുവിനെ അറിയുള്ളൂ, വേറെ അറിയില്ല. ആയിക്കോട്ടെ, നമുക്കൊന്നും വഖിസ്മുൻ നുസിബ അലൈഹി ദലീലുൻ, അത് കസ്വാനിഇ വസിഫാത്തിഹി വൽയൗമിൽ ആഖിരി വഅഹ്വാലിഹി വഹുവൽ മുറാദു ബിഹി ഫീ ഹാദിഹിൽ ആയത്തി. യുമിനൂന ബിൽ ഗൈബി എന്ന് വെച്ചാൽ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവർ, ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കുന്നവർ, അതൊക്കെ ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മറ്റേ ദലീലില്ലാത്തതാണ് മഫാത്തിഹുൽ ഗൈബി എന്നുള്ളത്. അതിന്റെ അറിവ് ആർക്കലേ ഉള്ളൂ, ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അപ്പൊ അല്ലാഹു തആല അറിയുന്ന ഗൈബ് അത് അവനിൽ മാത്രം നിക്ഷിപ്തമായ ഗൈബ്, ലാ യുദല്ലു അലൈഹി. മനസ്സിലായില്ല? ഗൈബ് അറിയാൻ ചില മാർഗങ്ങളുണ്ട്. ആ ഗൈബ് അറിയാൻ മാർഗങ്ങളില്ലാതെയുള്ള ഗൈബുണ്ട്. ദലീലുകൾ കൊണ്ട് അറിയുന്ന ഗൈബുകളുണ്ട്, ദലീലുകൾ കൊണ്ട് അറിയാത്ത ഗൈബുണ്ട്. ദലീലുകൾ കൊണ്ട് അറിയാത്ത ഗൈബുകളാണ് അല്ലാഹുവിൽ നിക്ഷിപ്തമായത്. ദലീലുകൾ കൊണ്ടുള്ള ഗൈബ് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എന്ന് തിരിഞ്ഞില്ല. അങ്ങനെ ആദാ ഈ പറഞ്ഞ മാന നമ്മൾ കൊടുക്കുന്നത് ഗൈബ് കൊണ്ട് മുറാദ് അൽ ഖഫിയു അനിൽ ഹിസ്സിയാണ്. ബദാഅത്തുൽ അഖ്ലിനെ തൊട്ടൊക്കെ അത് മാറിയതാണ് എന്ന് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? വൈബൻ യുഅ്മിനൂന ബിൽ ഗൈബി, യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നവരാണ്. എന്തിനെ? ഗൈബിനെ വിശ്വസിക്കുന്നവരാണെന്ന് മഫൂൽ ബിഹി എന്ന നിലയിലെ ജറിന്റെ അക്ഷരം കൊണ്ട്, ജറിന്റെ അക്ഷരത്തിന്റെ വാസിത്വ കൊണ്ട് മഫൂൽ ബിഹിയാക്കി. മനസ്സിലായില്ല? ഇതാ ചേർത്തോ അതിനെ നീ ആക്കിയാലാണ് എന്താക്കിയാലാണ്? ഈമാന്റെ ശിലയാക്കി. ശില എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് വന്നതിനല്ല. വൗഖഅത്തു അതിനെ സംഭവിപ്പിച്ചാലുമാണ് വൗഖഅത്തഹു മൗഖിൽ മഫൂലി ബിഹി. ഇനി വൈൻ ജഅൽതഹു യുഅ്മിനൂന ബിൽ ഗൈബി എന്നുള്ള യുഅ്മിനൂന എന്നതിനെ ഹാലാക്കിയാലോ? അലാ തഖ്ദീരി മുൽതബിസീന ബിൽ ഗൈബി എന്നുണ്ട്. കാന ബിമാനൽ ഗൈബത്തി വൽ ഖഫാഇ. എന്താ തിരിഞ്ഞില്ല? അവർ വിശ്വസിക്കുന്നവരാണ്. അവര് വിശ്വസിക്കുന്നവരാണ്. യുമിനൂന എന്താണ് ആയത്തെങ്ങനെയാ? അല്ലദീന ഒരു കൂട്ടർ മുഅ്മിനീങ്ങൾ യുമിനൂന അവർ വിശ്വസിക്കും ബിൽ ഗൈബ് അവർ തന്നെ ഗൈബത്തിനോട് ബന്ധപ്പെട്ടവരായ ഹാലിലെ, അഥവാ നിങ്ങളുടെ സമക്ഷത്തിലും അവർ വിശ്വസിക്കും. മുനാഫിഖുകളോട് ഖിതാബ്, നിങ്ങളുടെ സമക്ഷമല്ലാത്തവരും വിശ്വസിക്കും. നിങ്ങളതല്ല, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ സമക്ഷത്തിലേ വിശ്വസിക്കുകയുള്ളൂ. നിങ്ങളിവിടെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഞങ്ങളവരെ കളിയാക്കാൻ വേണ്ടി അവരുടെ കൂടെ കൂടിയതാണ് എന്ന് പറയും എന്ന് തിരിഞ്ഞോ? അപ്പൊ എന്തുവരും? ഹാലാക്കും അലാ തഖ്ദീരി മുൽതബിസീന ബിൽ ഗൈബി. അങ്ങനെ വെക്കുമ്പോ കാന ആ ഗൈബ് ബിമാനൽ ഗൈബത്തിനായി, അദൃശ്യ സന്ദർഭത്തിൽ, വൽ ഖഫായി എന്താ ഖഫായിന്റെ സന്ദർഭത്തിലും, വൽ മാന അന്നഹും മുഅ്മിനീങ്ങൾ ലയുമിനൂന അവർ വിശ്വസിക്കും, ഗൈബീന എങ്കും, ലാക്കൽ മുനാഫിഖീന മുനാഫിഖീങ്ങളെ പോലെയല്ല. അല്ലദീന എങ്ങനത്തെ മുനാഫിഖീങ്ങൾ
ഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഗ്സിഊൻ എന്ന് ഇത് ഹാലിന്റെ മകനോട് അത്ര ആയതുകൊണ്ട് അല്ലേ? സുബൈക്ക് ശേഷം ഖുർആൻ ഓതിയില്ലെന്നായിരിക്കും വായിസ്. ഇല്ലേ വായിസ സുബൈക്ക് ശേഷം ഖുർആൻ ഓതിയായിരുന്നോ? എവിടെ? ഓതിയില്ല. തങ്ങൾ ഓതി കാണത്തില്ല. ഞങ്ങളെ ഖുർആൻ ഓതിയായിരുന്നു സുബൈക്ക് ശേഷം. എവിടെ? ഞങ്ങൾ തോന്നുന്നു ഇപ്പൊ ആരെയും ബോധിപ്പിക്കണമെന്നില്ല. എന്താ എന്നാ പിന്നെ നമ്മളെ അൻസാരി ഓതി കാണില്ല. അതാണ് എന്റെ വിഷയം. അവനത് കുറെ ദൂരം ഇരിക്കും. അത് കുറെ ദൂരം ആയിക്കോട്ട്. ഈ ഓതിയായിരുന്നാണ് അൻസാരി ഇന്ന് ഖുർആൻ സുബൈക്ക് ശേഷം ഖുർആൻ ഓതിയായിരുന്നു. സുബൈക്ക് ശേഷം ഖുർആൻ അതാത്ത മുത്താലിമീൻ. എങ്ങനെ നിങ്ങൾ മുത്താലിം ഒന്ന് വരുന്നത് എന്ന് ഔ അനിൽ മുഅ്മനു ബിഹി അല്ല, അല്ലെങ്കിൽ അവരെപ്പോഴും ഔ അനിൽ മുഅ്മനു ബിഹി നിങ്ങളെ തൊട്ട് വായിബാകുമ്പം എന്ന് പറഞ്ഞല്ലോ അതിന് ഫലത്തുമായിട്ട് ഫൽമാന അന്നകും ലയുമിനൂന ഗായിബീന അങ്കും അല്ലെങ്കിൽ ലയുമിനൂന ഗായിബീന അനിൽ മുഅ്മിനി ബിഹി എന്ന് എന്തുകൊണ്ടാണോ വിശ്വസിക്കപ്പെടേണ്ടത് അതിനെ തൊട്ട് ഗായിബാകുന്ന സന്ദർഭത്തിലും എന്ത് ചെയ്യുന്നതാണ് അവർ വിശ്വസിക്കുന്നവരാണ് എന്ന്. അങ്ങനെ വെക്കാൻ കാര്യമുണ്ട്. ലിമാ റുവിയ അന്നബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ വല്ലദീ ലാ ഇലാഹ ഗൈറുഹു മാ ആമന അഹദുൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബിൻ. ഒരാളുടെ ഈമാനും എന്തല്ല, ഒരാളും വിശ്വസിച്ചില്ല ഫളലയായ നിലയിൽ ഏതിനേക്കാൾ ഫളല മിൻ ഈമാനിൻ ബിഗൈബിൻ തുമ്മ ഖറഅ ഹാദിഹിൽ ആയ എന്ന്. ഇനി ഖൽബ് കൊണ്ട് വിശ്വസിക്കുന്നെന്ന് വെച്ചാണ്. വഖീല അൽ മുറാദ് ബിൽ ഗൈബി അൽ ഖൽബ് ആണ്. ഖൽബിൽ അന്നഹു മസ്തൂറുൻ മറയ്ക്കപ്പെട്ടാണല്ലോ. അവൽ മുഅ്മിനൂന വൽ മഅന യുമിനൂന ബിൽ ഗൈബി എന്നുവെച്ചാൽ യുമിനൂന ബി ഖുലൂബിഹിം എന്നാണ്. ആരെ പോലെയല്ല, ലാക്കമൻ ഒരുവനെ പോലെയല്ല, യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ബി ഖുലൂബിഹിം. അപ്പൊ പിന്നെ ബാഹിന്റെ അർത്ഥം കൊടുക്കണം. ഫൽബാഉ അലൽ അവ്വലി ലിത്തഅദിയത്തി വഅല സാനിൽ മുസാഹബത്തി വഅല സാലിസി ലിൽ ആലം വേണ്ട എന്ന് മൂന്ന് രീതിയിൽ പറയാം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല? എന്തിനാ പിന്നെന്താ? നിസ്കാരത്തിനെ അവർ നിലനിർത്തുന്നവരുമാണ്. ഒരു പേജായ പകുതി പേജായ എവിടെ? നീ പറഞ്ഞാൽ പകുതി. അയ്യുഅദ്ദിലൂന അർക്കാനഹ ആ നിസ്കാരത്തിന്റെ ഫർളുകളെയൊക്കെ അവര് വളവ് കൂടാതെ തിരിവ് കൂടാതെ കറക്റ്റ് ചെയ്യുന്നവർ. യുഅദ്ദിലൂന തഅദീൽ ഇഅ്വിജാജിനെ തൊട്ട് സാലിമായ നിലയിൽ എന്ന് ഒരു മായനാണ്. ഫയഅബദൂനക മിൻ അയ്യക സയ്ഗുൻ അല്ല അഭംഗി സംഭവിക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കൂ. ഫിഅഫ്ആലിഹ നിസ്കാരത്തിന്റെ പ്രവർത്തനത്തിലും അല്ല പന്തികേടും. അങ്ങനെ അവിടെ നിന്ന് കിട്ടി നോക്കും. യുഖീമലിക്ക് അങ്ങനെ അർത്ഥമുണ്ടോ മനസ്സിലായേ? മിൻ അഖാമൽ ഊദ
അയാള് ആ വടിയെ ചൊവ്വാക്കി എന്ന് പറയാം. എപ്പോഴങ്ങനെ പറയാൻ ഇതാ കബമവും എന്ന് മാനിക്കും. അല്ലെങ്കിൽ യുഖീമൂന എന്ന് പറഞ്ഞാൽ അവ യുആദിബൂന അലൈഹാനാണ്. അപ്പൊ അങ്ങനെ അക്കാമയ്ക്ക് ഇങ്ങനെ അർത്ഥം ഉണ്ടോ? അതുണ്ട്. മീൻ കാമത്തി സൂക്കൂന്ന് വരും. ആ കമ്പോളമൊക്കെ അടിപൊളിയായിരുന്നു എന്താ ഈ എപ്പോഴും ഇതാ ഉംഫിക്കത്ത് അത് നല്ല ചെലവാക്കപ്പെടുകയാണെങ്കിൽ പാക്കം ദഹ ആ കമ്പോളത്തെ നിലനിർത്തുകയാണെങ്കിൽ ഇതാ ജഅൽതഹ നാഫിഖത്തൻ ആ കമ്പോളം നീ ചെലവഴിക്കുന്നതായ നല്ല കച്ചവടമൊക്കെ നടത്തുന്നതായിരുന്നതിനർത്ഥം. ഖാല ശിഅറുൻ അഖാമത്തു ഗദാലത്തുൻ സൂഖൽ ലിറാബി ലിഅഗ്ലിൽ ഇറാഖീന ഹൗലൻ ഖമീതാ അന ലിറാബ് എന്ന ചന്ത ആ ചന്തയിലുള്ള വസാലത്ത് അല്ല വസാലത്ത് സൂഖൽ ലിറാബി ലിറാബ് എന്ന ചന്തയിലുള്ള വസാലത്ത് നല്ല കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. ആർക്ക്? ഇറാഖീന ഹൗലൻ ഖമീതൻ പരിപൂർണമായൊരു കൊല്ലത്തിൽ എന്ന്. അങ്ങനെ ചൊവ്വാവുക പതിവാവുക എന്ന മാനയ്ക്കും യുഖീമൂന എന്നുണ്ട്. ചൊവ്വാക്കിയവർ അങ്ങനൊരു കേടും വരാതെ നന്നാക്കി ചെയ്തവർ എന്ന മാനയ്ക്കുണ്ട്. എപ്പോഴാണ് പറയുക ഹൂഫിദ അലൈക അതിന്റെ മേലെ ഹിഫ്ദ് ചെയ്യപ്പെടുമ്പോൾ നിസ്കാരത്തിന്റെ മേലെ ഫൈനോ അങ്ങനെ പറയാൻ കാര്യം ഫൈനോ ഇതാ ഹുഫിദ അലൈക കാനത്ത് കന്നാഫിഖി അല്ലദീ യുറഗബു ഫീഹി ഒരു ചെലവഴിക്കുന്നവനെ പോലെയായി. എങ്ങനെ ചെലവഴിക്കുന്നവൻ ആ ചെലവഴിക്കുന്നവൻ ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇതാ ളുയ്യത്ത് ആ നിസ്കാരത്തിനെ പാഴാക്കപ്പെടുകയാണെങ്കിൽ കാനത്ത് നിസ്കാരമാകും കൽ കാസിദി അൽ മർഗൂബി അൻഹു അതിനെയും വിട്ട് ആഗ്രഹിക്കപ്പെടുന്ന മുടക്ക ചരക്ക് പോലെയാകും. കാസിദ് കെട്ടിക്കിടക്കുന്നത്. അല്ലെങ്കിൽ യുഖീമൂന എന്ന് പറഞ്ഞാൽ അതിന്റെ മായന ഔ യതശമ്മറൂന ലിഅദാഇഹാ അതിനെ വീട്ടുന്നതിൽ അവർ ഭയങ്കര പരിശ്രമിക്കുന്നവരാണ്, പരിശ്രമം സിദ്ധിച്ചവരാണ്. മിൻ ഗൈരി ഫുതൂരിൻ വലാ തവാനി ഒരു തളർച്ചയോ മനസ്സിലായില്ല, ഒരു തളർച്ചയും ഒരു ക്ഷീണവും ഒന്നുമില്ല. നിസ്കരിക്കുവാൻ കിട്ടുന്നു നിസ്കരിച്ചേക്കണം. ഇനി അവിടെ പോയി കുറച്ചു നേരം കടന്നു, ഇനി അങ്ങോട്ട് പോയി കടന്നു, പിന്നെ ഒരു റക്അത്ത് പിന്തി മുതലേനെ നടിയും കിട്ടി. അങ്ങനല്ല എന്നെ വായന കൗലിയ. അപ്പൊ അങ്ങനെ കാമയ്ക്ക് അങ്ങനെ വായന ഉണ്ടോ ചോദിക്കും. യുഖീമൂനയ്ക്ക് ഇങ്ങനെയൊക്കെ വായന ഉണ്ടോ? അതെപ്പോഴറിയാം കാമ ബിൽ അംരി വഅഖാമഹു എപ്പോഴും ഇദാ ജദ്ദ ഫീഹി വതജല്ലദാ എന്ന് കണ്ട അതിൽ പരിശ്രമിച്ചു, അതിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ആ ജലത് ജിൽദ് തോലുറക്കില്ലേ, തോലിലെ കട്ടിയുള്ളല്ലേ, അങ്ങനെയൊക്കെ അതിന്റെ മായന. അപ്പൊ ഇദ്ദു ഖഅദ അനിൽ അംരി വതഖഅദ എന്ന് പറയും. അതിനത് ഇദ്ദതല്ലേ. കാമയാകുമ്പോ എന്താണ് നല്ല പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എതിരെന്താ അവിടെ പോയി കുത്തിയിരുന്നു തന്നെ മാണ്ട് കടന്നു എന്നൊക്കെ അതിനർത്ഥം വെക്കാൻ വേണമെങ്കിൽ കായതയ്ക്കും തക്കായതയ്ക്കും വേണ്ട. അല്ലെങ്കിലോ യുഅദ്ദൂനഹ എന്ന് പറഞ്ഞു. ഔ നിസ്കാരത്തിനെ അവർ വീട്ടുന്നവരാണ് എന്നൊരു മാന കൊടുത്താലോ യുഖീമൂന എന്നതിന്. അവനെ ഈ യുഅദ്ദൂന പഠിച്ചാൽ പറയാൻ ഈ വാർത്ത കിട്ടിയില്ലെന്നോ എന്താ അപ്പൊ എന്താ അങ്ങനെ കിട്ടാന്നോ? അതൊന്നുമല്ല. അബ്ബറ അള്ളാഹു ഇബാറത്തിട്ടു അനിൽ അതായി ഇപ്പറഞ്ഞ അദാഹിനെ തൊട്ട് ഇബാറത്തിട്ടു ബിൽ ഇഖാമ എന്നതുകൊണ്ട് ഇബാറത്തിട്ടു യുഖീമൂന എന്നല്ലേ. അതിൽ ഇസ്തിമാലിയ നിസ്കാരം ചുറ്റിയിട്ടുണ്ടല്ലോ അൽ ഖിയാമി. അതങ്ങനെ ഇബാറത്തിടാൻ പറ്റൂന്ന് നിൽക്കും. അതൊക്കെടാ കമാ അബ്ബറ അന്ന നിസ്കാരത്തിനെ തൊട്ട് ബിൽ ഖനൂത്ത് ഖാനിത്തി എന്ന് പറയില്ലേ, ഖുനൂത്ത് വറുക്കു സുജൂദ് തസ്ബീഹ് എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? മുസബ്ബിഹീൻ പിന്നെന്താ സാജിദീൻ മഅ റാക്കിഈൻ മനസ്സിലായില്ല. ഖുമൂ ലില്ലാഹി ഖാനിതീൻ പറഞ്ഞില്ലേ. അതേപോലെ ഇവിടെ ചൂടായി ആയിക്കോട്ടെ. ഈ പറഞ്ഞവകളിൽ നിന്നും വല്ല അവലും അദ്ഹറും ആദ്യം പറഞ്ഞാണ് വളരെ ലാഹിർ.
കാരണം എന്താണോ അന്നകുൽ അഷ്ഹറു വൈലൽ ഹഖീഖത്തി അഖറബു ഹഖീഖിയ മാനകള ചേർക്കുമ്പോഴും ഹഖീഖി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്തോ ഉറുഫീൻ ഹഖീഖി എന്നൊക്കെ പറയണ്ടേ കേട്ടാ അന്നൽ അറാദ മാനൽ ഹഖീഖിയൽ ഉറുഫിയ الذي جعل هذا المعنى مجازا بالنسبة إليه وهي تقويم العود പറഞ്ഞില്ലേ നമ്മൾ تسوية أجزائه وإزالة اعوجاجه وأراد بقرب هذا المعنى إليه ظهور وجه المشابهة بين പിന്നെ വൈലൽ ഹഖീഖത്തി അഖറബു വഅഫിയതു അഖറബുമാണ് അഫിയതുമാണ് കാരണം തദമ്മുനിഹി ഇത് ഉൾപ്പെടുത്തിയതിന് വേണ്ടി ഒന്നാമത്തെ ഉൾപ്പെടുത്തിയതിന് വേണ്ടി അത്തംബീഗ ഉണർത്തുന്നതിന്റെ മേൽ അത് ഉൾപ്പെടുത്തി എന്തിന്റെ മേൽ ഉണർത്തിയാൽ അന്നൽ ഹഖീഖിയ ബിൽ മദ്ഹി മദ്ഹ് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവൻ മൻ റാഅ ഹുദൂദഹാ ആ നിസ്കാരത്തിന്റെ ഹദ്ദുകളെ ഗവനിച്ചവനാണ്. എങ്ങനത്തെ ഹദ്ദുകളാണ്? അല്ലാഹുവിന്റെ ഹദ്ദുകൾ അവകൾ എന്തിനാണ്? ഫറായിനി വ സുനനി വ ഹുഖൂഖഹാ അത് ഹക്കുകളെയും ഗവനിച്ചവനാണ്. ബാത്തിനത്തെ ആമിന ഖുശൂഇ വൽ ഇഖ്ബാലി ബിഖൽബിഹി ഇലല്ലാഹി തആല. അല്ല പിന്നെന്തല്ല ലൽ മുസല്ലൂന അല്ലദീന ഹും സലാത്തിഹിം സാഹൂന അല്ല എന്ന് വലിദാലിക അതുകൊണ്ടാണല്ലോ ദക്കറ അല്ലാഹു പറഞ്ഞത് ഫി സിയാഖിൽ മദ്ഹി മദ്ഹിന്റെ സിയാഖിനായ നിലയിൽ അല്ലാഹു പറഞ്ഞത് എന്ത് പറഞ്ഞു? വൽ മുഖീമീനസ് സ്വലാഹ് ഫീ മഅറദിദ് ദമ്മിനെ ആക്ഷേപിച്ച സ്ഥലത്ത് പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന്. വസ്സലാത്ത് ഫഅലത്ത് വസനാണ് മിൻ സ്വല്ലാ ഇദാ ദഅ കസ്സകാത്തി മിൻ സക്കാ എന്നുള്ളത് കുത്തിബത്ത സക്കാത്തിനെയും സ്വലാത്തിനെയും എഴുതപ്പെടും ബിൽവാവി അലോ ലഫ്ളുൽ മുഖഫഫ് മുഫഖ സ്വലാ സക്കാ എഴുത്ത് പിന്നെ മുഫഖമായ ലഫ്ളുമ്മേൽ സലാൻ അലിഫ്ലാം അലിഫന്റെ എഴുതുക സ്വലോ സക്കാ എന്ന് മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ പിന്നെ ദുആഇന് സലാത്തിന് പേര് വെച്ചതോ? ഇന്നമാ സുമ്മിയൽ ഫീലുൽ മഖ്സൂസു മഖ്സൂസായി ഫീലിന് പേര് വെക്കപ്പെട്ടു വിയാസലാത്ത് കൊണ്ട് അത് ഇസ്തിമാലിക ദുആഇ വഖീല അസുലു സല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഹറക സിൽവൈനി രണ്ട് ഊരകളെ ചലിപ്പിച്ചവനെന്നാണ്. ജനൽ മുസല്ലിയ നിസ്കരിക്കുന്ന ആള് എപ്പോഴും ചലിപ്പിക്കല്ലോ ഫീ റുക്ഉഇ വസുജൂദി എന്ന്. ഫസ്തിഹാരി ആദൽ ലഫ്ളി ഫിൽ മഅനത്താനി മഅ അദമി ഇസ്തിഹാരി ഫിൽ അവ്വലി ലാ യുഖ്ദഉ ഫീ നഖ്ലിഹി അൻഹു ഇന്നമാ സുമ്മിയ ദായ മുസല്ലിയൻ അത് തസ്ബീഹൻ ലഫ്നി ആണ് കേട്ടോ. ഇന്നമാ സുമ്മിയ ഏതാ ഈ ഒത്തിരി കൂടെ ഉള്ളല്ലേ. വഇമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന്. ഫസ്തിഹാരി ആദൽ ലഫ്ളി ഫിൽ മഅനത്താനി يعني أن استغار لفظ الصلاة في فعل الأركان المعلومة والهيئات المخصوصة هذا لا يقدح في كون منقولا عن معناه الأصلي اللغوي لغوية أصلية معنى لا تحريك سلبيني لا من أن لفظ الصلاة غير مسؤول في هذا المعنى الأصلي معنى ഇത് അറിയപ്പെടാത്തതാണല്ലോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടാ. ഇത് കാരണം ലാ മഹദൂറില്ല ഫി കൗനിൽ ലഫ്ളിൽ മശൂരി മശൂറായ ലഫ്ള് ആകുന്നതിൽ എന്താകുന്നതിന് ഫി മാനൻ ഒരു മാനയിലാകൽ അത് മങ്കൂലം മിനൽ മാനൽ അസ്ലിയിൽ ഖഫിയായ അസ്ലിയ മാനയിൽ നിന്നും നഖൽ ചെയ്യപ്പെട്ടതാകുന്നതിന് തകരാറില്ല. ഖഫിയായ അസ്ലിയ മാന എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ബിഅദ് ലാ യരിഫു ഇല്ല അഹദു ചില വ്യക്തമായ ചില ആൾക്കാർക്ക് അതിനെ അറിയുകയുള്ളൂ കേട്ടാ. ലിമാദുക്കർ പറയപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അന്ന സ്വല്ലാ ബിമാന فعل الأركان المعلومة منقول من صلى بمعنى حرك السلبين إن لا പിന്നെ ഇവിടെ വാസന എവിടെ അറിയാ ഇവിടുന്നാണ് അവിടെ കക്കൂസ് ഉണ്ടാക്കുന്നു. ഇത് പോയാ അതുണ്ടോ? പിന്നെന്താ واستغار هذا اللفظ في المعنى الثاني مع عدم استغاره في اللفظ إذا لا يقدح في نقله عنه.
ഇന്നമാ സുമ്മിയദ്ദായി ദായിക്ക് മുസല്ലിൻ എന്ന് പറയും. സല്ലി അലൈഹി മിന്ന സ്വലാത്തൊക്കെ സക്കല്ലു എന്ന് പറയില്ല, അത് ദ്വാരക്കണമൊക്കെ പറഞ്ഞില്ല. അത് തസ്ബീഹല്ലോ, അതിനോട് സാദൃശ്യം ഉണ്ടായതിനു വേണ്ടിയിട്ടാണ്. ഏത് വിഷയത്തില് ഫീ തഖസ്സുഇഹി ബിർറാക്കിഇ വസ്സാജിദ്, സാജിദ് റാക്കിഇനോടുള്ള ഖുശൂ ഉണ്ടല്ലോ, അതിനോട് സാദൃശ്യമുണ്ട്. ദായിക്ക് എന്തുണ്ട്? ഖുശൂവും ഖുദൂഉം കൂടിയാണല്ലോ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്ന്. പിന്നെ ഇനി എന്താ? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന, അർസുഖ് ഫിൽ ലുഗത്തി അൽ ഹല്ലു എന്നാണ്. ഖാല തആല തജഅലൂന റിസ്ഖക്കും അന്നക്കും തക്ദിബൂൻ എന്നാണ്. എന്നിട്ട് വല്ലുറുബ് ഖസ്സസഹു ഫി തഖ്സീസ് ശൈഇ ബിൽ അവാനി ലിൽ ഇന്തിഫാഇ ബിഹി വ തംകീനിഹി മിൻഹു എന്ന്.